Dear students, welcome to Learner's World. In this video, I'm going to talk about First Thoughts by Natalie Goldberg, FIUGP SCC Semester 4 Literatures under Calcutta University. Summary of First Thoughts. ഫസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു യഥാർത്ഥ എഴുത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലൂടെ വരുന്ന ആദ്യ ചിന്ത അതായിരിക്കണം എഴുത്ത് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ ലോജിക്ക്, നമ്മുടെ യുക്തി അതിൽ ഉൾപ്പെടുത്തുന്ന സമയത്താണ് യുക്തിയും അതുപോലെ നമ്മുടെ ഈഗോ ഒക്കെ ഉൾപ്പെടുത്തുന്ന സമയത്താണ് അവിടെ തിരുത്തലുകളും തെറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ചിന്തയിലൂടെ ആയിരിക്കണം നമ്മൾ എഴുത്തുകൾ എന്ന് പറയുന്നത്. എഴുത്തുകൾ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനെപ്പോഴും ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അതായത് നമ്മൾ മനസ്സിലേക്ക് യുക്തിയും അതുപോലെ തന്നെ ഈഗോയും വരുന്നതിന് മുമ്പുള്ള അതിൻ്റെ കൈക്കടത്തലുകൾക്ക് മുമ്പുള്ള ആ ഒരു ഫസ്റ്റ് തോട്ട്സ്, ആദ്യ ചിന്തയാണ് എഴുത്ത് എന്ന് പറയുന്നത്, ഒരു ട്രൂത്ത്ഫുൾ എഴുത്ത് എന്ന് പറയുന്നത്. In First Thoughts, author and Zen practitioner Natalie Goldberg explores a unique approach to writing that focuses on spontaneous expression rather than perfection. അപ്പോൾ ഈ ഒരു വർക്കിൽ, ഫസ്റ്റ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ, ഇതിൻ്റെ എഴുത്തുകാർ ആയിട്ടുള്ള നതാലി ഗോൾബർഗ് ഒരു സെൻ പ്രാക്ടീഷണർ കൂടിയാണ്. എന്താണ് സെൻ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ? സെൻ എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് വേർഡാണ് സെൻ. ധ്യാനം എന്നൊക്കെ പറയും. അതായത് Zen practitioner seeks inner peace through meditation and mindful awareness of the present moment. They value direct experience and intuition over rigid rules or excessive intellectual analysis. അതായത് ഒരു സെൻ പ്രാക്ടീസർ, അഭ്യാസി എന്ന് പറയുന്നത് ധ്യാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കുകയും ആ ഒരു മൊമെൻറ്റ് ധ്യാനത്തിലൂടെ, ആ ഒരു ശാന്തതയിലൂടെ ജീവിച്ചു തീർക്കുകയും ചെയ്യുന്നവരാണ് ഈ ഒരു സെൻ അഭ്യാസികൾ എന്ന് പറയുന്നത്. അവർ ഈ ഒരു സെൻ അഭ്യാസികൾ യുക്തിയേക്കാൾ, അതായത് ലോജിക്കിനേക്കാൾ കൂടുതൽ അവർ ഇന്നർ പീസ്, നമ്മളെ ഉള്ളിലുള്ള സമാധാനമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് അവർ പിന്തുടരുന്നത്. അങ്ങനെയുള്ളവരാണ് സെൻ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്, സെൻ അഭ്യാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നതാലി ഗോൾബർഗ് പറയുന്നത് എഴുത്തിനെ ഒരു യുണീക്ക് അപ്രോച്ചിലൂടെയാണ് അതായത് ഒരു തനതായിട്ടുള്ള, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെയാണ് എഴുത്തിനെ കാണുന്നത്. അതായത് എഴുത്തെന്ന് പറയുന്നത് പെർഫെക്ഷനും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അതിനുപരിയായിട്ടൊരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം. നമ്മുടെ എഴുത്തുകൾ നമ്മളൊന്നും ചിന്തിക്കാതെ, നമ്മളെ ലോജിക്കിനെ, നമ്മളുടെ ഈഗോനൊന്നും കൊണ്ടുവരാതെ, അതിന് മുമ്പ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഫസ്റ്റ് തോട്ട്, ആ ഒരു ആദ്യ ചിന്തയായിരിക്കണം എഴുത്ത് എന്ന് പറയുന്നത്. അതാണ് ഒരു ട്രൂത്ത്ഫുൾ എഴുത്ത്. അതായത് നമ്മൾ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിലൂടെ വരുന്ന വികാരങ്ങൾ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കണം എഴുത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. She argues that the best writing comes from our first thoughts, carry a unique energy and truth that are often lost when we try to be polite or logical. അതുപോലെ അവർ പറയുന്നത് ഒരു നല്ലൊരു എഴുത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആദ്യ ചിന്തയിൽ നിന്ന് വരുന്നതായിരിക്കണം. അതിനൊരു യുണീക്കായിട്ടുള്ള, ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഒരു തനതായിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരിക്കും. അതുപോലെ അത് വളരെയധികം സത്യസന്ധമായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു കുറച്ചും കൂടെ മാന്യത അല്ലെങ്കിൽ കുറച്ചും കൂടെ യുക്തി ഒക്കെ കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഒരു ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു എനർജി നമുക്ക് നഷ്ടമാകുന്നത് എഴുത്തിൽ. To access these thoughts, Goldberg introduces a time writing exercise. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് തോട്ട്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾബർഗ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ടൈം റൈറ്റിംഗ് എക്സസൈസ്. അതായത് ഒരു നിശ്ചിത സമയത്ത് ഉള്ള എഴുത്തിൻ്റെ ആ ഒരു പ്രാക്ടീസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. This practice is governed by 6 foundational rules designed to bypass the logical mind. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഗോൾബർഗ് 6 പ്രധാന നിയമങ്ങൾ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീപ്പ് യുവർ ഹാൻഡ് മൂവിങ്, കൈ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എഴുതുന്നത് വീണ്ടും വായിച്ച് നോക്കാതെ
എഴുതിക്കൊണ്ടേയിരിക്കുക. അതായത് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാതെ എഴുതിക്കൊണ്ടേയിരിക്കുക. സ്റ്റോപ്പ് ചെയ്ത് നമ്മളതൊന്ന് വായിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ലോജിക്കൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഒന്നും കൂടെ നല്ല രീതിയിലാക്കാൻ നോക്കും നമ്മൾ ആ എഴുത്തിനെ. അല്ലെങ്കിൽ തെറ്റ് തിരുത്തലൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ കീപ്പ് യുവർ ഹാൻഡ് മൂവിങ്. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അത് വായിക്കാനും നിൽക്കരുത്. അടുത്തൊരു റൂൾ എന്ന് പറയുന്നത് ഡു നോട്ട് ക്രോസ് ഔട്ട് ഓർ എഡിറ്റ്. ഒരിക്കലും നിങ്ങൾ വെട്ടിക്കളയരുത്. നിങ്ങൾ എഴുതിയതിനെ വെട്ടിക്കളയരുത്. അതായത് നമ്മളെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. അതിനെ വെട്ടിക്കളയാതിരിക്കുക. അതായത് എഴുത്തിനിടയിൽ എഡിറ്റിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇഗ്നോർ ഗ്രാമർ ആൻഡ് സ്പെല്ലിങ്. ഗ്രാമർ, അക്ഷരതെറ്റ് ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. ഇതൊക്കെ ഇഗ്നോർ ചെയ്യുക. എഴുതിക്കൊണ്ടേയിരിക്കുക. അതായത് സാങ്കേതികപരമായിട്ടുള്ളൊരു കൃത്യതയേക്കാൾ ഒഴുക്കിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇവിടെ. ലൂസ് കൺട്രോള്, അതുപോലെ നിയന്ത്രണം ഉപേക്ഷിക്കുക. നിയന്ത്രണം ഇല്ലാതെ ആ ഒരു ഫ്ലോയിൽ, ആ ഒരു സ്പോണ്ടാനിയസിൽ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലല്ലാതെ എഴുത്തിനെ സ്വതന്ത്രമായിട്ട് വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അവോയ്ഡ് തിങ്കിങ് ആൻഡ് ഗോ ഫോർ ദ ജഗ്ലർ ബൈ ഡിവൈഡിങ് ഇൻ ടു സ്കെയറി ഓർ വൾണറബിൾ ടോപ്പിക്സ്. അതായത് പിന്നീട് യുക്തിപരമായിട്ട് ചിന്തിക്കാതിരിക്കുക, ലോജിക്കിലൂടെ ഒന്നും ചിന്തിക്കാതിരിക്കുക. നമ്മളെ മനസ്സിൽ എന്താണോ ആദ്യം ചിന്ത വരുന്നത് അതന്നെ എഴുതിക്കൊണ്ടിരിക്കുക. ശരിയും തെറ്റൊന്നും നോക്കാതെ മനസ്സിൽ വരുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഏറ്റവും ആഴത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഉള്ളിലെ ഭയത്തെയോ അതുപോലെ തീക്ഷ്ണമായിട്ടുള്ള വികാരങ്ങളെയൊക്കെ നേരിട്ട് അഭിമുഖീകരിക്കാനൊക്കെ പറയുന്നുണ്ട്. These rules are not about creating a finished product. They are about burning through the layers of social politeness to reach a place where energy is unobstructed. അതായത് ഈ റൂളുകളൊക്കെ എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പൂർണ്ണമാക്കുക എന്നുള്ളതല്ല ഇവിടെ ലക്ഷ്യം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ പൊളൈറ്റ്നെസ്, ഇതിനൊക്കെ അതീതമായിട്ട് ഉള്ള ഒരു എഴുത്ത്, നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ആദ്യ ചിന്തയിലൂടെയുള്ള ഒരു എഴുത്തിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ എനർജിയെ നഷ്ടപ്പെടുത്താത്ത, അതായത് നമ്മളെ എനർജിയെ മറികടക്കാത്ത രീതിയിലുള്ള എഴുത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ സെൻട്രൽ തീം ഇൻ ഗോൾബർഗ്സ് വർക്ക് ഈസ് ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് ദ ഇൻറ്റേർണൽ സെൻസർ. അപ്പോൾ ഈ ഗോൾബർഗിൻ്റെ ഈ ഒരു വർക്കിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സെൻസർ, അതായത് ആന്തരികമായിട്ടുള്ള ഒരു ആന്തരിക വിമർശകനുമായിട്ടുള്ള ഒരു ബാറ്റിൽ, ഒരു യുദ്ധം, അതാണ് അതിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ക്രിട്ടിസിസം നടത്തുന്ന ആളുമായിട്ടുള്ള ഒരു യുദ്ധം ആണ് ഇതിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത്. This is the inner voice that judges, restrains and edits our ideas before they can be expressed. അതായത് നമ്മളുടെ ഉള്ളിൽ ആദ്യമായിട്ട് വരുന്ന ചിന്തകളൊക്കെ എഡിറ്റ് ചെയ്യാനും വിമർശിക്കാനും ജഡ്ജ് ചെയ്യാനൊക്കെ ഒരു ഇൻറ്റേർണൽ സെൻസർ ഉണ്ട്. അത് നമ്മളെ ഉള്ളിൽ തന്നെ ഒരു വിമർശകനുണ്ട്. അത് നമ്മളുടെ ഐഡിയാസ് വരുന്നതിന് മുമ്പേ, അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവർ എഡിറ്റ് ചെയ്യാനും അതുപോലെ ജഡ്ജ് ചെയ്യാനൊക്കെ തുടങ്ങുമെന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ചിട്ട് എഴുതുന്ന സമയത്ത് ഇത് ശരിയല്ല കേട്ടോ, ഇതിങ്ങനെ വരും, ഇതങ്ങനെ വരും, ഇതത്ര നല്ലതല്ല എന്നൊക്കെ വിമർശിക്കാനും അതിനെ എഡിറ്റ് ചെയ്യാനും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നമ്മുടെ ആദ്യ ചിന്തയെ എഡിറ്റ് ചെയ്യാനും തെറ്റ് തിരുത്താനൊക്കെ ഒരു ഇൻറ്റേർണൽ സെൻസർ ഉണ്ട്, ഒരു ആന്തരികമായിട്ടുള്ള ഒരു വിമർശകനുണ്ട് എന്നാണ് പറയുന്നത്. While the censor seeks to keep us proper and boring, Goldberg argues that first thoughts are unencumbered by ego. ഈ ഒരു ഇൻറ്റേർണൽ സെൻസർ എപ്പോഴും ഇങ്ങനെ ഈ ഫസ്റ്റ് തോട്ട്സിനൊക്കെ ജഡ്ജ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു ബോറനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ എഴുതുന്നത്. ഈ ഒരു ഫസ്റ്റ് തോട്ട്സ്, ആദ്യ ചിന്ത എന്ന് പറയുന്നത് ഈഗോയൊക്കെ മറികടക്കാൻ കഴിയുന്നതായിരിക്കണം. ഈഗോനെ പോലും അതുപോലെ ലോജിക്കിനൊന്നും കൊണ്ടുവരാത്ത തരത്തിലായിരിക്കണം ആദ്യ ചിന്ത എന്ന് പറയുന്നത്. They capture the world in its most vibrant and alive state, much like the clarity one feels after deep meditation. അവർ ആ ഒരു ലോകത്തെ അതിൻ്റെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള അലൈവായിട്ടുള്ള രീതിയിലാണ്
ലോകത്തെ കാണുന്നത് ഈ ഫസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഒരു ഡീപ്പ് മെഡിറ്റേഷൻ, ഒരു വലിയ ആഴത്തിലുള്ള ഒരു ധ്യാനം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും ഈ ഫസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത്. Drawing a direct parallel to Zen meditation, Goldberg described the writer as a warrior. അപ്പോൾ എഴുത്തിനെ ഒരു സെൻ ധ്യാനത്തോടാണ് ഈ ഗോൾബർഗ് ഉപമിക്കുന്നത്. ഗോൾബർഗ് എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു വാരിയർ ആയിട്ട് കമ്പാരിസൺ നടത്തുന്നത്. എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു പോരാളിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Just as a meditator must remain still through tornadoes of anger or thunderstorms of grief, a writer must have the discipline to keep writing even when emotions become overwhelming. പിന്നീട് പറയുന്നത് ഒരു മെഡിറ്റേറ്റർ എങ്ങനെയാണോ അവരുടെ ധ്യാനത്തിൽ എങ്ങനെയാണോ അവർ നിലകൊള്ളുന്നത്, വളരെ നിശബ്ദമായിട്ട് ശാന്തമായിട്ടാണ് അവർ നിലകൊള്ളുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം ഒരു റൈറ്റർ. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേഷ്യത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായിരിക്കാം, പല പല വികാരങ്ങൾ അയാളുടെ മനസ്സിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ഒരു വലിയ ദുഃഖങ്ങളുണ്ടായിരിക്കാം, തണ്ടർസ്റ്റോംസ് ഓഫ് ഗ്രേഫ് ദുഃഖം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു എഴുത്തുകാരൻ എപ്പോഴും വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടാണ് ഈ എഴുത്തിനെ സമീപിക്കേണ്ടത്. അയാളുടെ മനസ്സിൽ എന്ത് ഇമോഷൻസ് കടന്നു പോയിട്ടുണ്ടെങ്കിലും ആരെപ്പോലെ ആയിരിക്കണം, ഒരു സെൻ പ്രാക്ടീഷണറെ പോലെ, ഒരു ധ്യാനത്തിലിരിക്കുന്ന ആളെങ്ങനെയായിരിക്കും, ആൾ വളരെ ശാന്തമായിട്ട് അതിൽ തന്നെ മുഴുകിയിരിക്കുമായിരിക്കും, വളരെ നിശബ്ദമായിരിക്കും, അതുപോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ എഴുതിയാൽ മാത്രമേ സത്യത്തിലേക്ക് എത്താൻ കഴിയൂ. ദ ഗോൾ ഈസ് ടു ഗോ ത്രൂ ദ ടിയേഴ്സ് ടു ട്രൂത്ത്. അതായത് ഇവിടെ ഗോൾ എന്ന് പറയുന്നത് എഴുത്തുകാരൻ കണ്ണീരിലൂടെയും ശക്തമായിട്ടുള്ള വികാരങ്ങളിലൂടെയൊക്കെ എഴുതിയാൽ മാത്രമേ സത്യത്തിലേക്ക് എത്താൻ കഴിയൂ. By inhibiting the present moment through writing, the author becomes larger than themselves, connected to deeper source of inspiration and breath in the world as it truly is. അതായത് ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് റൈറ്റിങ്ങിലൂടെ അതായത് എഴുത്തിലൂടെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു റൈറ്റർ, ഈ ഒരു ഓതർ എന്ന് പറയുന്നത് അയാളെക്കാളും വലിയൊരാളായി മാറുകയാണ്. അതായത് അയാളുടെ മനസ്സിലൂടെ ഒരുപാട് വികാരങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം, എന്നാലും ആ വികാരങ്ങളെ മറികടന്ന് അയാൾ വളരെ അച്ചടക്കത്തോടു കൂടി ശാന്തമായിട്ട് ആ ഒരു കണ്ണീരാണെങ്കിൽ കണ്ണീരിലൂടെ, അല്ലെങ്കിൽ ആങ്കർ ആണെങ്കിൽ ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തിലൂടെ അദ്ദേഹം ആ ഒരു എഴുത്തിനെ സമീപിക്കുമ്പോൾ അവിടെ മാത്രമാണ് സത്യമായിട്ടുള്ള ഒരു എഴുത്ത് വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു ഇൻസ്പിറേഷനാണ് ഉണ്ടാക്കുന്നത്. അതായത് ലോകത്തെ അതുപോലെ അങ്ങോട്ട് പകർത്തുകയാണ് ചെയ്യുന്നത്. Ultimately, Goldberg's first thoughts is an invitation to embrace vulnerability and cultivate an uninhibited creative voice that is both honest and energized. ഇത് അവസാനമായിട്ട് ഈ ഒരു ഫസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൃഷ്ടി, ഒരു വർക്ക് എന്നുള്ളതിനുപരിയായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക്, ഒരു സത്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് തോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എഴുത്ത് സൃഷ്ടിക്കുക മാത്രമല്ല ഇതിലൂടെ ചെയ്യുന്നത്, ഒരു എഴുത്തിലൊരു അച്ചടക്കം വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് എന്നാണ് പറയുന്നത്.